ഹരേ കൃഷ്ണ. നമ്മൾ വഴിപാട് മറന്നു പോയാലുള്ള ക്ഷമാപണം അതിനെക്കുറിച്ചറിയാമോ? നമ്മൾ പല കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ക്ഷേത്രങ്ങളിലെല്ലാം വഴിപാടുകൾ നേരാറുണ്ടല്ലേ? എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആ വഴിപാടുകൾ മറന്നു പോവുകയും ചെയ്യും. പിന്നീടത് ഓർത്തെടുക്കുവാനും സാധിച്ചു എന്ന് വരില്ല. പിന്നീട് എപ്പോഴെങ്കിലും ജ്യോത്സ്യനെ സമീപിക്കുമ്പോഴാകും വഴിപാടുകൾ മുടങ്ങിക്കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുക. എന്നാൽ ചിലപ്പോഴൊക്കെ ഏതു വഴിപാടാണ് ചെയ്യാതിരുന്നത് എന്ന് ഓർമ്മിച്ചെടുക്കുവാൻ സാധിച്ചു എന്നും വരില്ല. എന്നാൽ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ഏതെന്നും ഏതു ക്ഷേത്രത്തിലേക്കാണെന്നും മറന്നുപോയാൽ കുറച്ച് പണം തെറ്റുപണം എന്ന സങ്കല്പത്തിൽ കാണിക്കയായി അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ഭഗവാൻ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കാം. ഇനി ശിവക്ഷേത്രത്തിലാണെങ്കിൽ ക്ഷമാപണ മന്ത്രവും വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ സമർപ്പണ മന്ത്രവും ജപിക്കണം. ഇനി ഏതു ക്ഷേത്രത്തിലേക്കാണെന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ തന്നെ വഴിപാട് ചെയ്യാവുന്നതുമാണ്. ക്ഷമാപണ മന്ത്രം ഇപ്രകാരമാണ്: കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഇതാണ് ശിവക്ഷേത്രത്തിലേക്കുള്ള ക്ഷമാപണ മന്ത്രം. ഇനി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കുള്ള സമർപ്പണ മന്ത്രം ഇതാണ്: കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ജയ നാരായണായേതി സമർപ്പയാമി.